പിന്നെ 3 ആൾക്കാരുടെ കോളേ എടുത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ കോള് വന്നാൽ ഉടൻ കട്ട് ചെയ്തിട്ട് മെസ്സേജാണ് അയക്കാറ്. കോൾ ചെയ്യാൻ ഇഷ്ടമല്ല, സംസാരം അധികം ഇഷ്ടമല്ലാത്ത ആളാണ് അതില്. അപ്പൊ അതുകൊണ്ട് 3 പേരെന്ന് പറഞ്ഞാൽ ഞാൻ, അമ്മ, തൻവി, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക ഈ വ്യക്തിയാണോ ഇങ്ങനെ കോണ്ടന്റ് ചെയ്യുന്നേന്നുള്ളത്. എന്തെങ്കിലും ഒന്ന് മിണ്ട് ചേച്ചി. അല്ല ഞാൻ തന്നെയാണ്. അല്ല ഞാൻ എന്താ ചെയ്യാൻ കുറച്ച് ആങ്ഷ്യസ് ആണ് ഫോണിൽ സംസാരിക്കാന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഫോൺ അധികം സംസാരിക്കാണ്ട് വാട്സാപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും. ചേച്ചിയെ കൊണ്ട് ഞാൻ സംസാരിക്കുന്നു. മിഥുൻ ചേട്ടനെ കുറിച്ചിട്ട് ഒരു എന്താ പറയാ 5 നല്ലത് പറഞ്ഞാൽ മതി. 5 നല്ല കാര്യങ്ങൾ. ചേട്ടൻ ഒരു നല്ല പോസിറ്റീവ് ഫെയറിയാണ്. ചേട്ടന്റെ ഭയങ്കര ഇന്നസെന്റ് സ്മൈലാണ്. ചേട്ടൻ ഭയങ്കര കൈൻഡ് ആണ്. എന്താണ് ജനറസ് ആണ്. പിന്നെന്താ പറയാ, ഇനി ചേട്ടൻ എനിക്ക് വല്ല പൈസ തരേണ്ടി വരും. ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നാ 2 ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ. ഇഷ്ടമല്ലാത്ത സ്വഭാവം, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും കുറെ നേരം. ഞാൻ സംസാരിക്കുമ്പോൾ ആ സമയത്തും ചിലപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഇഷ്ടമല്ല. മറ്റേ അവസാനം അന്ന് ചോദിച്ചതുപോലെ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ, മൊബൈൽ നോക്കി ഇരുന്നിട്ട് അവസാനം മാത്രം കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അതെ, അതുപോലെ തന്നെയാണ് കുറച്ച്. അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് പിന്നെന്താ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാത്റൂമിൽ പോയി കുറച്ചധികം സമയം ഇരിക്കും. അത് ഞാൻ ഇതിനു മുമ്പ് എല്ലാ സ്ഥലത്തും പറഞ്ഞു. മനസ്സമാധാനം കിട്ടുന്നല്ലേ. അവർക്ക് ആകെ അവിടെ ഉള്ളു സ്വസ്ഥത. ഈ മിണ്ടാപ്രാണീനെയാണോ മിഥുൻ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? നിങ്ങള് വീട്ടിൽ വാ. ചേച്ചി മൊട്ടടിച്ച് കണ്ടപ്പോഴത്തേക്കുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് റിയാക്ഷനോ? നമ്മൾ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാനും തൻവിയും തലമുത്ര കിടന്ന് ചിരിക്കുന്നു. ഞാനവിടെ അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ. ശ്രീധർ സ്വാമി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു നീ പ്രാർത്ഥിച്ചോളൂ. ഇത് എത്ര നാളത്തെ ഇതാണ്, നേർച്ചയാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനമുരുകി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ ഫോൺ എടുത്തിട്ട് ഇവിടെ മറ്റേ മുടി തീർന്നതിന്റെ വീഡിയോ എടുക്കുക. അപ്പൊ കുറച്ചു നേരത്തെ മറ്റേ അവര് തെലുങ്കിൽ പറയുന്നുണ്ട്, ആന്ധ്രക്കാരാണ്. അപ്പൊ അവര് ഇത് മതി, ഇനി വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാണാതെ മനസ്സിലാവാത്ത പോലെ ഇത് ചെയ്തു. പിന്നെ അപ്പൊ ഇംഗ്ലീഷ് പ്ലീസ് സ്റ്റോപ്പ് ടേക്കിംഗ് ദ വീഡിയോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടപ്പം കാരണം ഒരു വീഡിയോ ഇവിടെ എടുക്കുന്ന പ്രോസസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പം അതല്ല, അപ്പം നേർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മളിത് കഴിഞ്ഞ് ഫുൾ ഇത് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ആ റിയലൈസേഷൻ വരുള്ളൂ. അയ്യോ ഇത്രയും നാളത്തെ മുടി പോയല്ലോ എന്നുള്ള റിയലൈസേഷൻ വരുന്നത് അതിന് ശേഷമാണ്. പക്ഷെ അതുവരെ നമ്മൾ അതാണ് പ്രശ്നം. കാരണം നമ്മൾ ഈ മുട്ടയടിക്കുന്നതിന്റെ സമയത്ത് ഞാനും തൻവിയൊക്കെ എക്സൈറ്റഡാ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയാണ് അതിന്റെ റിയലൈസേഷൻ വന്നത്, അയ്യോ പാവത്തിന് മുടിയില്ല ഇതാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവള് ശരിക്കും പറഞ്ഞാല് മുടി ഇല്ലാണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ക്യൂട്ടായി. ഇപ്പൊ ഭയങ്കര ബോറായി.